ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല രുചിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് പാത്രത്തിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 ഗ്ലാസ് ഉഴുന്നുകൂടെ കുതിർക്കാനായി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഈ പച്ചരി 4 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ പച്ചരി 4 മണിക്കൂർ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി പച്ചരി നല്ലതുപോലെ കഴുകിയെടുക്കാം. നല്ലതുപോലെ കഴുകിയെടുത്ത പച്ചരിയും ഉഴുന്നും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് ചോറും 1 സ്പൂൺ പഞ്ചസാരയും 1.5 സ്പൂൺ ദോശമാവും. ഞാനിവിടെ ദോശമാവിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ലൂസായാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളയപ്പത്തിൻ്റെ മാവ് അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ മാവ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാവ് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ബാക്കി പച്ചരിയും ഇതുപോലെ അരച്ചെടുക്കാം. അങ്ങനെ മാവെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും വയ്ക്കണം. നമ്മൾ രാത്രിയിലാണ് അരച്ച് വയ്ക്കുന്നതെങ്കിൽ രാവിലെ എടുക്കാവുന്നതാണ്. നമുക്ക് മാവ് പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും. മാവ് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിനായി അപ്പച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായി ചൂടായി വന്ന ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കി എടുക്കേണ്ടത്. മാവ് ഒഴിച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഇവിടെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇതുപോലെ ബാക്കി മാവും കൂടെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് വെള്ളയപ്പമാണ്. നമ്മുടെ സോഫ്റ്റ് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണുന്ന കൂട്ടുകാർ നയന ജോയ് വ്ലോഗ്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.